അടുത്ത ശ്ലോകം നോക്കാം. സദ്ഭിരാചരിതം യത് സ്യാത് ധാർമ്മികൈശ്ച ദ്വിജാതിഭിഃ തദ്ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത്. സദ്ഭിരാചരിതം യത് സ്യാത് ധാർമ്മികൈശ്ച ദ്വിജാതിഭിഃ തദ്ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത്. അതാണ് 46-ാമത്തെ ശ്ലോകം. ഇവിടെ പ്രകൽപ്പയേത് എന്ന ക്രിയാരൂപം. അപ്പം പ്രകൽപ്പയേത് രാജ എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ കിം പ്രകൽപ്പയേത് അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സദ്ഭിരാചരിതം യത് സ്യാത് ധാർമ്മികൈഃ ച ദ്വിജാതിഭിഃ തത് ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത് എന്ന് പദച്ഛേദം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ അന്വയത്തിന്റെ ബോധം കിട്ടും. സദ്ഭി ആചരിതം യത് സ്യാത് ധാർമ്മികൈഃ ച ദ്വിജാതിഭിഃ തത് ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത്. അപ്പോൾ ആ പ്രകൽപ്പയേത് എന്നതിലേക്ക് എന്തിന് നമുക്ക് അന്വയിക്കാം? ആചരിതം ആചരിതം പ്രകൽപ്പയേത്. അപ്പോൾ അത് എങ്ങനെ പ്രകൽപ്പിക്കണം? അവിരുദ്ധം. കേഷാം അവിരുദ്ധം? ദേശകുലജാതീനാം അവിരുദ്ധം. യത് ദ്വിജാതിഭിഃ ധാർമ്മികൈഃ സദ്ഭിഃ ച ആചരിതം തത് ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത്. ഒരു സ്യാത് എന്നും കൂടിയുണ്ട് കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ ചേർക്കാം, ആദ്യത്തെ പൂർവാർദ്ധത്തിൽ തന്നെ ചേർക്കാം. ഒന്നും കൂടി നോക്കിക്കോളൂ. യത് ധാർമ്മികൈഃ ദ്വിജാതിഭിഃ സദ്ഭിഃ ച ആചരിതം സ്യാത് തത് ദേശകുലജാതീനാം അവിരുദ്ധം പ്രകൽപ്പയേത്. യാതൊന്നാണോ ധാർമ്മികന്മാരാലും ബ്രാഹ്മണരാലും സജ്ജനങ്ങളാലും ആചരിക്കപ്പെട്ടിട്ടുള്ളത്. ആ വാക്കുകൾക്ക് ഇതിനെ വേണമെങ്കിൽ ദ്വിജാതിഭി എന്നതിന്റെ വിശേഷണങ്ങളായിട്ട് ചേർക്കാം. പക്ഷെ ഇതാവുമ്പോ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ സജ്ജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം. ധാർമ്മികന്മാരാലും ദ്വിജാതികളാലും സജ്ജനങ്ങളാലും ആചരിക്കപ്പെട്ടിട്ടുള്ളത് യാതൊന്നാണോ ഉള്ളത് അത് ദേശത്തിനും കുലത്തിനും ജാതികൾക്കും അവിരുദ്ധമായിക്കൊണ്ട് രാജാവ് കൽപ്പിക്കണം എന്ന് പറഞ്ഞാല് രാജാവ് ചിന്തിക്കണം എന്നാണ് അവിടെ ആശയം. അല്ലാണ്ട് രാജാവ് അത് ഉത്തരവിറക്കണം എന്നല്ല. പ്രകൽപ്പയേത് എന്നതിന് ആ രീതിയിൽ വേണം രാജാവ് ചിന്തിക്കാൻ. ഒരു ബ്രാഹ്മണൻ ചെയ്തു, അത് കേമാണ്, അതുകൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കാം എന്ന് അന്ധമായിട്ട് അങ്ങോട്ട് നടപ്പിലാക്കാൻ പാടില്ല. തൻ്റെ ദേശത്തിനും താൻ നടപ്പിലാക്കാൻ പോകുന്ന കുലത്തിനും നടപ്പിലാക്കാൻ പോകുന്ന ജാതിക്കും അത് അവിരുദ്ധമാണോ വിരോധമല്ലാത്തതാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം നടപ്പിലാക്കാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ നല്ലതുപോലെ വ്യക്തമാവും. സദ്ഭി ദോഷരഹിതൈ, അതിനർത്ഥം കൊടുത്തിട്ടുണ്ട് നോക്കൂ. ദേവാദിഭി, കണ്ടുവോ? അതുപോലെ തദ്വസ്തു പ്രകൽപ്പയേത്, പ്രകൃഷ്ടം വ്യവഹാരേഷു കൽപ്പയേത്. അതാണ് പ്രകൽപ്പയേത് എന്നതിന്. വ്യവഹാരേഷു പ്രകൃഷ്ടം കൽപ്പയേത്. ദേവാദികൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി അതിൽ എന്താണോ പ്രകൃഷ്ടമായിട്ടുള്ളത് അത് കൽപ്പിക്കണം. യദി ദേശാദ്യവിരുദ്ധം അവിരോധി വിരോധേതു തദ്ദേശാദിധർമ്മ ഏവ തദ്ദേശജാനാം ഏവം സാമാന്യതോ രാജധർമ്മ അവ്യവഹാര അനുഗുണ മുക്ത. അപ്പോ ദേവന്മാരാചരിച്ചതാണ് എന്നതുകൊണ്ട് മാത്രം നടപ്പിലാക്കാൻ പാടില്ല. ആ ദേശത്തിന് അവിരുദ്ധമാണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ. ആ ദേശത്തിന് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അതാണ് തദ്ദേശാദിധർമ്മ ഏവ തദ്ദേശജാനാം, ആ ദേശത്തുള്ള ആളുകളുടെ ധർമ്മമാണ് ആ ദേശത്ത് നടപ്പിലാക്കേണ്ടത്.
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത വ്യാഖ്യാനത്തിൽ ആചരിതം എന്നതിന് ശാസ്ത്രദൃഷ്ടമപ്യനുഷ്ഠിതം എന്ന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഈ വ്യാഖ്യാനത്തിൽ സദ്ഭി എന്നത് ദ്വിജാതികൾക്ക് വിശേഷണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മറ്റേ വ്യാഖ്യാനം തന്നെ എടുത്താൽ മതി. സദ്ഭി, അതുപോലെ ദ്വിജാതിഭി ധാർമ്മികൈ, എല്ലാം വെവ്വേറെ നമുക്ക് എടുക്കാം. അതാണ് കുറച്ചും കൂടി നന്നാവുക. ഓക്കെ, അപ്പം അത് ഈ ശ്ലോകത്തിന്റെ ആശയം നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ശ്ലോകം അടുത്തതായിട്ട് പറയാം.